കേരളത്തെ പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്ന പകർച്ചവ്യാധികളുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ ഭരണ പ്രതിപക്ഷ വാക്പോര്. വിഷയത്തിൽ പ്രതിപക്ഷം അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയതിനെ തുടർന്നാണ് വാഗ്വാദമുണ്ടായത്. ആരോഗ്യവകുപ്പിലെ ഏകോപനം സമ്പൂർണ്ണ പരാജയമാണ് എന്ന് പ്രതിപക്ഷം ആരോപിച്ചു. എരണം കെട്ടവൻ നാട് ഭരിച്ചാൽ രോഗങ്ങൾ വരുമെന്ന ആരോഗ്യമന്ത്രിയുടെ പഴയ പ്രസംഗവും മുൻമന്ത്രി മുഹമ്മദ് റിയാസ് നിയമസഭയിൽ വായിച്ചു. അതേസമയം ആരോപണങ്ങൾക്ക് മറുപടി നൽകിയ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നടന്നത് റീൽസും വീണമീട്ടലും മാത്രമാണെന്നുള്ള അധിക്ഷേപമാണ് നടത്തിയത്. അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നൽകാതിരുന്നതോടെ പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഇതിനിടെ സംസ്ഥാനത്ത് ഇന്നും 2 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. ജൂൺ മാസം മാത്രം സംസ്ഥാനത്ത് ഷിഗല്ല സ്ഥിരീകരിച്ചത് 140 പേർക്കാണ്. സംസ്ഥാനത്ത് ഒരു മാസത്തിനിടെ ഷിഗല്ല ബാധിച്ച് 6 മരണവും റിപ്പോർട്ട് ചെയ്തു. 30 ദിവസത്തിനുള്ളിൽ സംസ്ഥാനത്ത് പനി ബാധിച്ച് 87 പേർ മരിച്ചെന്നും വിടുവായത്തം നിർത്തി വകുപ്പിനെ ഏകോപനത്തോടെ നയിക്കൂ എന്നും മുൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കെ മുരളീധരനോട് ആവശ്യപ്പെട്ടു. പകർച്ചവ്യാധികൾ തടയുന്നതിൽ സർക്കാരിന് വീഴ്ച സംഭവിച്ചോ? വിഷയത്തിൽ നിയമസഭയിൽ ചർച്ച ആവശ്യമില്ലേ? കാണാം RD Extra. ആരോഗ്യവകുപ്പിൽ കെടുകാര്യസ്ഥതയാണെന്നും പ്രതിരോധ പ്രവർത്തനം പാളിയെന്നും ഉന്നയിച്ചാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. ആരോഗ്യവകുപ്പിൽ ഏകോപനമില്ലായ്മയും പരക്കെയുള്ള സ്ഥലംമാറ്റവും പ്രതിരോധ പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിച്ചെന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി. ഇതോടെ സഭയിൽ ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ വാക്കേറ്റവും ഉണ്ടായി. പകർച്ചവ്യാധികൾ പ്രതിരോധിക്കുന്നതിൽ സർക്കാർ സമ്പൂർണ്ണമായും പരാജയപ്പെട്ടെന്ന് അടിയന്തര പ്രമേയത്തിന് അനുമതി തേടിക്കൊണ്ട് മുഹമ്മദ് റിയാസ് MLA പറഞ്ഞു. ഷിഗല്ല, നിപ്പ, എബോള, കുരങ്ങുപനി എന്നിവ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളടക്കം പാളിയെന്നും പ്രതിപക്ഷം ആരോപിച്ചു. കേരളം മുൻപ് കാണാത്ത വിധം ആരോഗ്യവകുപ്പിന്റെ തലപ്പത്ത് പോലും കസേരക്കളി നടക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും പറഞ്ഞു. എന്നാൽ പ്രതിപക്ഷം പറയുന്ന അത്ര ഭീകരമായ അന്തരീക്ഷം കേരളത്തിൽ ഇല്ല എന്നായിരുന്നു ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ മറുപടി. ഭരണം മാറിയെന്നറിയാത്ത ചില ഉദ്യോഗസ്ഥരുണ്ടെന്നും അവരെ കസേര മാറ്റി ഇരുത്തിയതാണെന്നും മന്ത്രി പറഞ്ഞു. വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ അടിയന്തര പ്രമേയത്തിനുള്ള അനുമതി സ്പീക്കർ നിഷേധിച്ചു. ഇതോടെ പകർച്ചവ്യാധി തടയുന്നതിൽ സർക്കാർ പരാജയമെന്നാരോപിച്ച് സഭയിൽ നിന്ന് പ്രതിപക്ഷം വാക്കൌട്ട് നടത്തുകയും ചെയ്തു. RD Extra ന്യൂസ് മലയാളം. നിപ റിപ്പോർട്ട് ചെയ്തപ്പോൾ ആരോഗ്യമന്ത്രി ഉടനെ തന്നെ അങ്ങോട്ട് പോയില്ലെന്നും അധികാരമേറ്റ ശേഷം ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്തോ എന്നത് പരിശോധിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ആരോഗ്യവകുപ്പിൽ ഏകോപനം ഉണ്ടാകാതിരുന്നത് ഗൗരവമായി പരിശോധിക്കണമെന്നും പിണറായി. ആരോഗ്യവകുപ്പിൽ പരക്കെ സ്ഥലം മാറ്റമാണെന്നും 5 ജില്ലകളിൽ DMOമാരില്ലെന്നും പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടി. ഇവിടെ എത്ര ദിവസം എടുത്തു ബഹുമാനായ ആരോഗ്യമന്ത്രി നിപ്പ ബാധിച്ച കോഴിക്കോടെത്താൻ? മറ്റെല്ലാം മാറ്റിവെച്ച് അവിടെ എത്തി കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് എല്ലാവരെയും ഏകോപിപ്പിക്കാൻ ശ്രമിക്കണ്ടേ? ആ ശ്രമം ഉണ്ടായോ? 5 ജില്ലയിൽ DMO ഇല്ല എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി അതിന് കാലതാമസം ഉണ്ടാകരുത്. കാരണം DMOയുടെ നേതൃത്വത്തിലാണ് കാര്യങ്ങൾ അവിടെ നീക്കേണ്ടത്. താഴെത്തട്ടിലുള്ള പ്രവർത്തനമാകെ സ്തംഭിച്ചിരിക്കുകയാണ്. പൂർണ്ണ പരാജയമായി മാറിയിരിക്കുന്നു. ഒരു സർക്കാർ ഏത് ദിശയിലേക്കാണ് സഞ്ചരിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ 35 ദിവസം ധാരാളമാണെന്നും പകർച്ചവ്യാധി വരുന്നത് ഏതെങ്കിലും ഭരണാധികാരി ഭരിക്കുന്നത് കൊണ്ടാണെന്ന് കരുതുന്നില്ലെന്നും മുഹമ്മദ് റിയാസ് MLA. കോഴിക്കോടിന് മന്ത്രിയില്ല, ഒരു DMOയെങ്കിലും തന്നുകൂടെ എന്നും മുഹമ്മദ് റിയാസ് ചോദിച്ചു. അതിനും 2.5 വർഷം കാത്തിരിക്കണോ എന്ന് റിയാസ് ചോദിച്ചു. സർ, ഒരു സർക്കാരിനെ വിലയിരുത്താൻ ഒരു 35 ദിവസം മതിയാകില്ല എന്നുള്ളൊരു വസ്തുതയാണ്. പക്ഷെ ഒരു സർക്കാർ ഏത് ദിശയിലേക്കാണ് സഞ്ചരിക്കുന്നതെന്ന് തിരിച്ചറിയാൻ 35 ദിവസം ധാരാളമാണ് സർ. കോഴിക്കോട് UDFലെ തമ്മിൽ തല്ല് കാരണം ഒരു മന്ത്രിയില്ല, എന്നാൽ ഒരു DMA എങ്കിലും കോഴിക്കോടിന് തന്നുകൂടെ സാർ? അത് സ്വാഭാവികമായിട്ട് ചോദിക്കുകയാണ്. 2.5 കൊല്ലം കഴിഞ്ഞാൽ ഒരു മന്ത്രിയെ കിട്ടുമെന്നാണ് വാർത്തകൾ. സാർ, ഇനി DMOയെ കിട്ടാൻ 2.5 കൊല്ലം കാത്തിരിക്കേണ്ടി വരുമോ എന്നുള്ളതാണ് സാർ ഞങ്ങളുടെ ഭയം. നിപ റിപ്പോർട്ട് ചെയ്യപ്പെട്ടപ്പോൾ തന്നെ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തിയെന്ന് പ്രതിപക്ഷ നേതാവിന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ മറുപടി നൽകി. കഴിഞ്ഞ 10 വർഷത്തെ റീൽസും 5 വർഷത്തെ വീണമീട്ടലുമാണ് സർക്കാർ നേരിടുന്ന പ്രതിസന്ധിയെന്നും മുരളീധരന്റെ പരിഹാസം. കഴിഞ്ഞ സർക്കാർ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളൊന്നും നടത്തിയില്ലെന്നും കെ മുരളീധരൻ പറഞ്ഞു. സാർ, ആരോഗ്യവകുപ്പിൽ നിന്ന് ആകെ നേരിടുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് കഴിഞ്ഞ 10 വർഷക്കാലത്തെ റീൽസും അവസാനത്തെ 5 വർഷത്തെ വീണമീട്ടലുമായിരുന്നു സാർ ആരോഗ്യവകുപ്പുണ്ടായ ഏതൊരു പ്രശ്നം എന്ന് പറയുന്നത്. എന്നാൽ ഈ സർക്കാർ വന്നതിന് ശേഷം റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ അത് ഉടനെ തന്നെ അന്വേഷിച്ച് അതിന് പ്രതിരോധ നടപടികൾ സ്വീകരിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്.
സംസ്ഥാനത്ത് ഇന്ന് 56 പേർക്കാണ് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത്. ഒരു മരണമുണ്ടായി. ഈ മാസം മാത്രം 1401 പേർക്കാണ് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത്. 5 പേർ മരിച്ചു. ഈ വർഷം ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത് 3869 പേർക്കാണ്. 18 മരണമാണ് ഇതുവരെ ഡെങ്കി ബാധിച്ചുണ്ടായത്. സംസ്ഥാനത്ത് നിന്ന് പനി ബാധിച്ച് ചികിത്സ തേടിയവർ 13,359 പേരാണ്. ഇന്ന് 7 പേർക്ക് എലിപ്പനി സ്ഥിരീകരിച്ചു, 2 പേർക്ക് മലേറിയ സ്ഥിരീകരിച്ചു, ഇന്ന് 10 പേർക്ക് ഷിഗല്ലയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ മാസം മാത്രം 6 മരണമുണ്ടായി. ഈ മാസം മാത്രം ഷിഗല്ല ബാധിച്ചത് 150 പേർക്കാണ്. ഈ വർഷം ഇതുവരെ രോഗം സ്ഥിരീകരിച്ചത് 226 പേർക്കും. ഇതാണ് സംസ്ഥാനത്തിൻ്റെ ഒരു പൊതു ആരോഗ്യാവസ്ഥ. സനീഷ്, ഇപ്പോൾ ഈ വാദപ്രതിവാദങ്ങളൊക്കെ സ്വാഭാവികമായും ഇത്തരം ഒരു പകർച്ചവ്യാധി കാലത്ത് സർക്കാരിലുണ്ടാവും, അല്ലെങ്കിൽ പാർട്ടികൾ തമ്മിലുണ്ടാവും. പക്ഷെ ഇതിനെ ആ മട്ടിൽ മാത്രം കാണേണ്ടതുണ്ട്. എന്താ തോന്നുന്നത്? അല്ല, ഇതിനകത്ത് ഹർഷാദ്, ഇന്നിപ്പോൾ നമ്മൾ നിയമസഭയിൽ മറ്റൊരു ചോദ്യോത്തരം കണ്ടില്ലേ? അതായത് പിണറായി വിജയൻ ഒരു കുപ്പിയിലെ വെള്ളം എടുത്തിട്ട് ഈ സമരത്തിന് നേരെ അടിച്ച ജലപീരങ്കിക്കകത്ത് മോശം വെള്ളമാണ് എന്ന് അദ്ദേഹം നിയമസഭയിൽ വന്ന് പറഞ്ഞു, വെള്ളം ഉയർത്തിയിട്ട്. അതിന് രമേശ് ചെന്നിത്തല കൊടുത്ത മറുപടി കണ്ടില്ലേ? എന്തൊരു മാന്യവും വളരെ ഗംഭീരമായിട്ടൊരു മറുപടിയായിരുന്നു അത്. അതായത് എല്ലാ കാലത്തും വെള്ളം എടുക്കുന്നത് വാട്ടർ അതോറിറ്റിയുടെ വെള്ളമാണ്, നിങ്ങളുടെ കാലത്താണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇതെന്താ സംഭവിച്ചതെന്നറിയില്ല, പക്ഷേ ഈ വെള്ളം മോശമാണെന്ന് താങ്കൾ പറഞ്ഞതിനെ എനിക്കും തോന്നുന്നു അത് മോശമാണെന്ന്. അത് പരിശോധിക്കും, ഒരിക്കലും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ അനുവദിക്കില്ല എന്ന് സംസാരത്തിലും വാക്കുകളിലും ആംഗ്യചലനങ്ങളിലുമെല്ലാം പ്രതിപക്ഷത്തിന് ഒരു ജനാധിപത്യ സംവിധാനത്തിനകത്ത് അവരുന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യത്തിന് കൊടുക്കേണ്ടുന്ന മറുപടിയുടെ മുഴുവൻ ഗൗരവവും ഉൾക്കൊണ്ടുകൊണ്ട് സംസാരിക്കുന്ന ഒരു ഗംഭീരനായുള്ള മന്ത്രിയാണ് നമ്മൾ രമേശ് ചെന്നിത്തലയിൽ നിന്ന് സംസാരിക്കുമ്പോൾ കാണുന്നത്. ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങളിലാണ് നമ്മളൊരു സർക്കാരിൻ്റെ പദവിയിലിരിക്കുന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളുടെ ഗരിമ നമ്മൾ കാണുക, അല്ലേ? അതായത് അദ്ദേഹം ഏത് സാധാരണക്കാരായ ഒരു മനുഷ്യനും ആ ഒരു പ്രശ്നം ഉന്നയിച്ചപ്പോൾ അതിനെ പരിഹസിക്കാനോ തള്ളിക്കളയാനോ ഒന്നും ശ്രമിക്കാതെ അത് നോക്കാം, പരിശോധിക്കാം എന്ന മറുപടി നൽകുകയും ചെയ്തു. എന്നാൽ അതിൻ്റെ ഈ മോശം വെള്ളം സമരം ചെയ്യുന്ന ആളുകൾക്ക് മേലേക്ക് അടിച്ചാൽ അത് രോഗബാധയ്ക്ക് കാരണമാകുമെന്ന ഗൗരവം പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുന്ന ഒരു മുതിർന്ന മന്ത്രിയാണ്. അപ്പോൾ കേരളത്തിൽ മുഴുവൻ ആളുകൾക്കും തോന്നും, കൊള്ളാമല്ലോ, നമുക്ക് ആഭ്യന്തരമന്ത്രിയായിട്ട് ഇങ്ങനെ ഗൗരവമുള്ള ഒരാളെ, രമേശ് ചെന്നിത്തലയെ പോലൊരു മുതിർന്ന നേതാവിനെ കിട്ടിയല്ലോ, നമുക്ക് സമാധാനത്തോടെ മുന്നോട്ട് പോകാമല്ലോ എന്നൊരു സന്തോഷം ഉണ്ടാകുന്നൊരു പ്രാഥമികമായുള്ള കാഴ്ചയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതിപ്പോൾ ഒരു വലിയ കാര്യമൊന്നുമല്ല. ഒരുപാട് രാഷ്ട്രീയ നേതാക്കൾ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തും ഈ സർക്കാരിൻ്റെ കാലത്തും ഒക്കെ അങ്ങനെ തന്നെയാണ് പെരുമാറുക. പക്ഷേ അതോട് ചേർത്ത് വെച്ച് ആലോചിക്കുമ്പോഴാണ് നമ്മൾ കെ മുരളീധരൻ എന്തായി ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നത്. അതായത് അതേക്കാൾ ഗൗരവതരമായൊരു വിഷയമാണ് ഈ സംഭവത്തിൻ്റെ ഭാഗമായിട്ട് ഉന്നയിക്കുന്നത്. ശരിയാണ്, പിന്നെ പ്രതിപക്ഷം ഒരുപക്ഷെ കടത്തി വിമർശിക്കുന്നുണ്ടാകണം സർക്കാരിനെ, പക്ഷേ ഗൗരവതരമായുള്ള വിഷയമാണ്, ആരോഗ്യ മേഖലയാണ്. പിന്നെ കെ മുരളീധരൻ വിചാരിക്കേണ്ടത് എന്താണ്? ഇനിയിപ്പോൾ അടുത്തൊന്നും തെരഞ്ഞെടുപ്പ് വരാനില്ല, ഇല്ലല്ലോ. ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോലും വരാൻ ഇനി പെട്ടെന്നൊന്നും വന്നിട്ടിപ്പോൾ 35 ദിവസമായതേ ഉള്ളൂ. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് സാധ്യതയില്ല. അങ്ങോട്ടേക്ക് ഇത്ര കർക്കശമായിട്ട് സംസാരിക്കേണ്ടതില്ല. അങ്ങനെ കർക്കശമായിട്ട് സംസാരിക്കേണ്ട വിഷയമോ സാഹചര്യമോ ഇല്ല. അവിടെ നിന്ന് അധികഠിനമായിട്ടുള്ളൊരു പരിഹാസമൊന്നും വന്നിട്ടില്ല. എന്നിട്ടും അദ്ദേഹം വീണമീട്ടൽ, പിന്നെ റീൽസ് ഉണ്ടാക്കൽ എന്ന് പറഞ്ഞ് പരിഹസിക്കുകയാണ്. ഇതിപ്പോൾ പരിഹസിക്കുന്നത് കെ മുരളീധരൻ്റെ പൊതു രീതിയായിരിക്കാം. അതങ്ങനെ ചെയ്യുന്നതിനൊന്നും ഇപ്പോൾ നിയമസഭ എന്തൊക്കെ കണ്ടിരിക്കുന്നു, രാഷ്ട്രീയ നേതാക്കൾ എന്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും, തമാശ പറയും, അങ്ങനെയൊക്കെ വെച്ച് നോക്കുക എന്ന് വലിയൊരു പരിഹാസമാണോ എന്ന് വെച്ചാൽ അല്ല. പക്ഷേ നമ്മളൊരു ഗൗരവതരമായ കാര്യം ചർച്ച ചെയ്യുകയാണ്. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നൽകണമെന്നൊന്നുമില്ല. കാരണം അങ്ങനെ അവതരണാനുമതി നിഷേധിക്കുക എന്നത് അസാധാരണമായ സാഹചര്യമൊന്നുമല്ല. പക്ഷേ മുന്നോട്ട് വെക്കുന്ന പ്രശ്നം ഗൗരവമുള്ളതാണ്. അപ്പോൾ ആ ചോദ്യം ഉന്നയിക്കുന്നയാളെ പ്രതിപക്ഷത്തെ ആകപ്പാടെ ഇല്ലായ്മ ചെയ്യുക, കഴിഞ്ഞ മുൻ സർക്കാരിനെ വല്ലാത്തോതിൽ വിമർശിക്കുക, എന്നിട്ട് അവിടെ കൊണ്ട് നിർത്തിയോ? രണ്ടാമത് മുൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടപ്പോൾ വീട്ടിലിരുത്തിയ ആളുകളെ അവിടെ ഇരുന്നാൽ മതി, പോയി പണി നോക്കാൻ പറ എന്ന് പറഞ്ഞൊരു നടപ്പാണ്. ഒരു മന്ത്രി, ഒരു മുതിർന്ന രാഷ്ട്രീയ നേതാവ്, ഒരു മന്ത്രി. അപ്പുറത്ത് രമേശ് ചെന്നിത്തല ഇന്ന് ഈ എങ്ങനെ പ്രവർത്തിക്കണം ഒരു ജനാധിപത്യ സംവിധാനത്തിനകത്ത് പ്രതിപക്ഷ ചോദ്യങ്ങളോട് ഈ ഭരണപക്ഷത്തെ മന്ത്രി എന്ന് ഉദാഹരണം ചൂണ്ടിക്കാണിക്കുമ്പോഴാണ് ഇദ്ദേഹം ഈ കാണിക്കുന്നത്. ഈ അദ്ദേഹത്തിന് എത്ര കാലത്തെ രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യമുള്ളതാണ് ഹർഷ? അദ്ദേഹം എത്ര കാലം വീട്ടിലിരുന്നിട്ടുണ്ട്? ഇനി പോട്ടെ, അദ്ദേഹത്തിന് വിട്. ഇപ്പോൾ രാജ്യത്ത് ഭരിക്കുന്നത് ആരാണ്? നരേന്ദ്രമോദി സർക്കാരാണ്. 15 വർഷമായിട്ട് ഭരിക്കുകയാണ്, 15 വർഷത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതിനു മുമ്പ് രാജ്യം 10-70 കൊല്ലക്കാലം കോൺഗ്രസ് ഭരിച്ചു. അവർ തോറ്റിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും തോറ്റിരിക്കുകയാണ്. തോറ്റിട്ട് വീട്ടിലിരുന്നോളൂ, നിങ്ങൾ മിണ്ടണ്ട എന്നാണോ കെ മുരളീധരൻ പറയുന്നത്? രാഷ്ട്രീയ കേരളത്തോടും രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന ആളോടും പറയുന്നത് തോറ്റിട്ട് മിണ്ടാതെ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും എല്ലാം തോറ്റിട്ട് വീട്ടിലിരുന്നോളൂ എന്നാണോ ഈ പറയുന്നത്? ഇവർ തന്നെയും പ്രതിപക്ഷത്തായിരുന്നപ്പോൾ തോറ്റ ആളുകൾ വീട്ടിലിരിക്കുകയായിരുന്നോ ചെയ്തിരുന്നത്? രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന് മണ്ഡലത്തിൽ തന്നെ തോറ്റില്ലേ? സർക്കാർ കിട്ടുന്നില്ല, അത് മാത്രമല്ല മണ്ഡലത്തിൽ തന്നെ തോറ്റു. വീട്ടിലിരിക്കുകയാണോ ചെയ്തത്? പ്രതിപക്ഷത്തിൻ്റെ പണിയുമായിട്ട് പുറത്തേക്ക് ഇറങ്ങി നടന്ന് സംസാരിക്കുകയല്ലേ ചെയ്തത്? ഇത് ബേസിക്സ് ആണ്, അല്ലേ? ഇത് ബേസിക്സ് ആണ്. ഇലക്ഷനിൽ തോക്കും ജയിക്കും.
10 കൊല്ലം ഇവർ മറ്റവർ ഭരിച്ചപ്പോൾ ഇവർ തോറ്റിരിക്കാനില്ലേ പല ആളുകളും. ഇദ്ദേഹം എത്ര പ്രാവശ്യം തോറ്റു? അപ്പോൾ ഇതൊക്കെ ഇത് അദ്ദേഹം ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഈ മുന്നിൽ നിൽക്കുന്ന ആളുകളോട് മാത്രം വർത്തമാനം പറയുന്നത് നാട്ടുകാർ അവരുടെ ആകെ ഒരു പ്രതികരണമായിട്ടാണ് എടുക്കുക. അത് പിണറായി വിജയൻ്റെ ഒക്കെ പല പ്രതികരണങ്ങളെക്കുറിച്ചും പ്രതിപക്ഷത്തിൽ തന്നെ അങ്ങനെ ഒരു അഭിപ്രായമുണ്ടല്ലോ, ഇപ്പോൾ വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന് അദ്ദേഹം പറഞ്ഞത് വലിയ കാര്യമായിട്ടല്ലേ പ്രതിപക്ഷം പറയുന്നത്. അപ്പോൾ നിങ്ങൾ സംസാരിക്കുന്ന കാര്യം, മാധ്യമങ്ങളിലൂടെ പറയുന്ന കാര്യം ഗൗരവത്തോടെയാണ് പൊതുജനമാകെ തന്നെ എടുക്കുക. ശരിയാണ്, നിങ്ങൾ ഇപ്പോൾ ഒന്നും ശിക്ഷിക്കാനൊന്നും അവർക്ക് പറ്റില്ല. പക്ഷേ നല്ല മന്ത്രി എന്ന പേരുണ്ടാക്കുന്നതും ഈ സംസ്ഥാനത്ത് ആകെ ആരോഗ്യ മേഖല പോലൊരു സംഗതിക്ക് നന്നായിട്ട് പ്രവർത്തിക്കുമ്പോൾ അത് സംസ്ഥാനത്തിനാകെ കിട്ടുന്നൊരു ആരോഗ്യ സ്ഥിതിയും മികച്ച ആരോഗ്യ സ്ഥിതിയും ഒക്കെ നമുക്ക് വേണമല്ലോ. അതിന് പകരം പോയി പണി നോക്കാൻ പറ എന്നൊക്കെ പറഞ്ഞു പോകുന്നത്, ഒന്ന് ഈ നമ്മുടെ ഈ പകർച്ചവ്യാധി രോഗ സാഹചര്യങ്ങളെ അത് ആരോഗ്യവകുപ്പിൻ്റെ ശ്രദ്ധയില്ലായ്മ കുഴപ്പത്തിലാക്കും. 2, നമ്മുടെ നാട്ടിൻ്റെ മാനസികാരോഗ്യത്തെ ഈ ആളുകളോടൊക്കെ എങ്ങനെയാണ് സംസാരിക്കേണ്ടത്? കുട്ടികളടക്കമുള്ള ആളുകൾ, നിങ്ങൾ ചൂടായി നിൽക്കുമ്പോഴും ഒരു തെരഞ്ഞെടുപ്പിൻ്റെ മുന്നിൽ നിൽക്കുമ്പോഴും ഒരു പോരാട്ടത്തിന് മുന്നിൽ നിൽക്കുമ്പോഴും അവിടെ നിന്ന് ഇങ്ങോട്ടൊരു പരിഹാസ വർത്തമാനമൊക്കെ വന്നാലൊക്കെ 2 വർത്തമാനമൊക്കെ പറയണം, ശരിയാണ്. പക്ഷേ അനാവശ്യമായിട്ട് അതിഗൗരവതരമായിട്ടുള്ളൊരു പ്രശ്നം ഉന്നയിക്കപ്പെടുമ്പോൾ അതിന് കണക്കുകളായിട്ട് ഷിഗല്ലയുടെ കണക്ക്, പനിയുടെ കണക്ക്, പിന്നെ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇതേക്കാൾ രൂക്ഷമായിട്ട് പോകുമോ എന്ന് ആളുകൾ ഭയപ്പെടുമ്പോൾ പിന്നെ കുറച്ചുകൂടി ഒരു മാന്യതയും മര്യാദയും വർത്തമാനത്തിനൊരു പാകതയും വരുന്നത് നല്ലത് തന്നെയാണ്. ഇപ്പോൾ DMO ജില്ലാ മെഡിക്കൽ ഓഫീസർമാരില്ല 5 ജില്ലകളിൽ. DHSൻ്റെ കാര്യത്തിൽ ഇവർ ചെയ്ത് കണ്ടല്ലോ, ഇന്നിപ്പോൾ ഹൈക്കോടതിയും തള്ളി ഇവരങ്ങോട്ട് ചെന്നപ്പോൾ. അപ്പോൾ ആകപ്പാടെ പ്രശ്നമാണ് എന്ന് ഒരു ഘട്ടത്തിലെങ്കിലും മനസ്സിലാകേണ്ടുന്ന ഉത്തരവാദിത്തമുള്ള, അതിന് ശേഷിയുണ്ട് എന്ന് നമ്മൾ കണക്കാക്കിയിരുന്ന കെ മുരളീധരൻ ഓരോ ദിവസവും ഒരു സ്റ്റെപ്പ് വെച്ച് താഴേക്ക് ഇറങ്ങുകയാണോ എന്ന് അദ്ദേഹത്തിൻ്റെ വിമർശകരെങ്കിലും പറയും എന്ന് അദ്ദേഹം മനസ്സിലാക്കിയാൽ കൊള്ളാം എന്നാണ് എനിക്ക് തോന്നുന്നത്. റൈറ്റ്, അതാണ് അതിനകത്ത് സനീഷി പറഞ്ഞത് തന്നെയാണ്. ഇന്നിപ്പോൾ രമേശ് ചെന്നിത്തല മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ്, സഭയിൽ ഉയർത്തിയ ആ ആരോപണത്തിൻ്റെ അതിൻ്റെ അർഹിക്കുന്ന ഗൗരവത്തോടെയുള്ള ഒരു മറുപടിയാണ് കൊടുത്തത്. ഈ സ്റ്റേറ്റ്സ്മാൻഷിപ്പ് എന്ന് പറയുന്നത് അതാണ്. അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും അദ്ദേഹം ഒരു സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന നിലയിൽ ആ വിഷയത്തിൻ്റെ ഗൗരവം പൂർണ്ണമായി ഉൾക്കൊണ്ടാണ് അതിനെ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് നാളെ വേറെ വലിയ നടപടി ഉണ്ടാകുമെന്നല്ല, നാളെ ചിലപ്പോൾ കരക്കവെള്ളം വരുമായിരിക്കും. പക്ഷേ ആ വിഷയത്തെ എങ്ങനെയാണ് അവതരിപ്പിക്കേണ്ടത് എന്നുള്ളതിൽ വളരെ വ്യക്തത അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ മാന്യത അദ്ദേഹത്തിൻ്റെ വാക്കുകളിലുമുണ്ട്. പക്ഷേ അത് ഇപ്പുറത്ത് കാണാൻ പറ്റുന്നില്ല എന്ന് മാത്രമല്ല, തുടർച്ചയായി ഈ കെ മുരളീധരൻ്റെ ഭാഗത്ത് നിന്ന് ഈ കുഴപ്പം സംഭവിക്കുന്നു എന്നുള്ളത് പറയാതിരിക്കാൻ നിർവാഹമില്ല. അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഇത് തന്നെയാണ്. നമ്മൾ 3 മാസത്തേക്ക് വിമർശനം വേണ്ട എന്ന് തീരുമാനിച്ചാൽ അത് സമ്മതിക്കാത്ത അവസ്ഥ കെ മുരളീധരൻ്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിൽ തർക്കമില്ല. ഇപ്പോൾ DHSൻ്റെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഔദ്ധത്യവും താൻപോരിമയും ധാർഷ്ട്യവുമാണ് യഥാർത്ഥത്തിൽ തുടർച്ചയായി ഇങ്ങനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ആദ്യം പറഞ്ഞത് തുരപ്പം പണി കാണിക്കുന്നവരെ പുറത്താക്കും എന്നാണ്. DHS എന്ന് പറയുന്നത് ആരാണ്? ഇതിലേറ്റവും ഉയർന്ന തലത്തിലിരിക്കുന്നയാൾ. DHSൻ്റെ കീഴിലേക്കാണ് ഒരു പകർച്ചവ്യാധി മോചന പ്രസ്ഥാനം ആരംഭിക്കുന്നത്. അവിടുന്ന് താഴോട്ടാണ് ഇത്. അതുപോലും ഉള്ള ആ ആലോചന പോലും ഇല്ലാതെയാണ് ഈ പകർച്ചവ്യാധി കാലത്ത് അവരെ മാറ്റിയിട്ട് ഇത്തരം വാചകേടി കൂടിയാണ് അദ്ദേഹം നടത്തുന്നത്. മാത്രമല്ല നുണ പറഞ്ഞാൽ മാറ്റിയത്. 15 ദിവസത്തേക്ക് അവധിക്ക് അപേക്ഷ കൊടുത്തു ഇവരെന്ന് പറഞ്ഞിട്ട് തെറ്റായ കാര്യം ഉത്തരവായി ഇറക്കി ആണ് ഇവർ മാറ്റിയത്. അതുകൊണ്ടാണല്ലോ ഈ ഹൈക്കോടതിയിൽ ഇന്ന് വിധി പറയാൻ മാറ്റി വെച്ചു, പക്ഷേ സ്റ്റേ കൊടുത്തില്ല. അത് ഇന്ന് ഹൈക്കോടതിയിൽ നിന്ന് നമ്മൾ കണ്ടു. എനിക്ക് തോന്നുന്നില്ല ഹൈക്കോടതിയും ഇതിലൊരു അനീതി നടന്നിട്ടുണ്ട് എന്നുള്ള ഒരു വിലയിരുത്തലിലേക്കായിരിക്കും ഒരുപക്ഷെ എത്തുക തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം ഇങ്ങനെയല്ലല്ലോ ഇത്തരം ഒരു സാഹചര്യം കൈകാര്യം ചെയ്യേണ്ടത്. മാത്രമല്ല അതിലൊരു തിരികിയത് ഓർമ്മയില്ലേ, ശബരിമല കൊണ്ട് തിരികുക, ഇങ്ങനെയുള്ള തുരപ്പൻ പണി കെ മുരളീധരൻ കാണിച്ചു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ആ വിഷയത്തിൽ സംഭവിച്ചിട്ടുള്ളത്. ഇപ്പുറത്ത് ഇതിൽ ഇന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ആരോപണം പ്രതിപക്ഷം ഉന്നയിക്കുമ്പോൾ എന്താ ചെയ്യുന്നത്? മുൻമന്ത്രി വീണ ജോർജ്, ആരോഗ്യവകുപ്പ് മന്ത്രി, ഇത് പറയുമ്പോൾ വീട്ടിലിരുത്തിയവർക്ക്, സനീഷ് നേരത്തെ പറഞ്ഞതാണ്, വീട്ടിലിരുത്തിയവരെ അവരൊക്കെ മറുപടി പറയാൻ നിവൃത്തിയില്ല, പോയി പണി നോക്കാൻ പറ എന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിച്ചങ്ങ് ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അത് സഭയിലും തുടങ്ങിയതാണ്. സഭയിൽ അദ്ദേഹം പറഞ്ഞത് റീൽസ്, ആദ്യത്തെ 5 വർഷത്തെ റീൽസ്, പിന്നെയുള്ള വീണമീട്ടൽ എന്ന്. എന്ത് പരിഹാസ്യമായ ഭാഷയാണ് കെ മുരളീധരൻ്റെ എന്ന് ആലോചിച്ച് നോക്ക്. കാരണം അങ്ങനെയാണോ ഇത്തരം ഒരു വിഷയത്തെ? അപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന ഒരാൾക്ക് എഴുന്നേറ്റ് നിന്ന് ചോദിക്കാമല്ലോ, ഈ മുരളീവാദനവുമായിട്ട് ഇങ്ങനെ നടന്നാൽ ഈ 17 പേര് മരിച്ച സാഹചര്യം ഉണ്ടാകുമെന്ന് തിരിച്ചു പറഞ്ഞാൽ എങ്ങനെയുണ്ടാവും? ഈ എരണം കെട്ടവൻ പ്രയോഗത്തിൻ്റെയൊക്കെ തുടർച്ച അദ്ദേഹം ഉപേക്ഷിക്കുന്നില്ല. അദ്ദേഹം തന്നെ പറഞ്ഞു, ഞാനിപ്പം സർക്കാരിൻ്റെ ഭാഗമായി ഇരിക്കുകയാണ്, അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴത്തെ നിലപാട് വേറെയാണെന്ന് പറഞ്ഞല്ലോ. ആണെങ്കിൽ ആ മട്ടിൽ വേണ്ടേ അദ്ദേഹത്തിൻ്റെ ഭാഷാപ്രയോഗവും അദ്ദേഹം ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നതും ആ മട്ടിൽ വേണ്ടേ? അങ്ങനെയല്ല.
ഈ ആ പഴയ അന്നത്തെ അതേ ഭാഷ അദ്ദേഹം ഒരു തగ్గടിച്ച് മുമ്പോട്ട് പോയാൽ സംഗതി വലിയ ആളാകും എന്നുള്ളൊരു തോന്നലിലാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് അബദ്ധമാണ്. കാരണം 7 സ്ഥലത്ത് അത് ഒന്നുമില്ല, അതായത് കോഴിക്കോട്, തൃശ്ശൂർ, വയനാട്, വടക്കാഞ്ചേരി, കൊടുവള്ളി, നേമം, അതായത് കേരളം മുഴുവൻ നിന്ന് തോറ്റു തൊപ്പിയിട്ടയാളാണ് കെ മുരളീധരൻ. എന്നിട്ടാണ് വീട്ടിലിരുത്തിയവരോട് മറുപടി പറയാനില്ല, പോയി പണി നോക്കാൻ പറയുന്നത്. 7 തവണ വീട്ടിലിരുന്ന ആളാണ്. 7 തവണ. അപ്പോൾ എല്ലാവരും മന്ത്രി, അദ്ദേഹം മന്ത്രിയാണ്, അതിൻ്റെ ഒരു എന്താണ് ഉത്തരവാദിത്വം അദ്ദേഹം കാണിക്കട്ടെ. പ്രതിപക്ഷം ആരോപണം ഉന്നയിക്കുന്നുണ്ടെങ്കിൽ ആ ആരോപണത്തോട് ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ സ്വഭാവത്തിൽ അദ്ദേഹം പ്രതികരിക്കേണ്ട കാര്യമില്ലല്ലോ. അത് അദ്ദേഹം കാണിക്കുന്നില്ല എന്നുള്ളത് വളരെ അബദ്ധമാണ്. അതങ്ങനെ നമ്മൾ ഇതിൻ്റെ ഒരു പ്രശ്നം നമുക്ക് ഈ വാക്കുകളിൽ നിരാശയുണ്ടാകും. കാരണം ഇത് കെ മുരളീധരനിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല, ഇങ്ങനെ അല്ല എന്ന് നമ്മൾ വെറുതെ പ്രതീക്ഷിച്ചു പോയി. പക്ഷേ അദ്ദേഹം ആദ്യഘട്ടത്തിൽ തന്നെ. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്, ഇതിൻ്റെ ഒരു സാഹചര്യം കൂടി. ഈ എൽ നീനോയാണ് ഇപ്പോൾ, അതായത് നമ്മൾ മഴക്കാലം എന്നുള്ള മട്ടിൽ മഴക്കാലത്തിൻ്റെതായ കുഴപ്പങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പോൾ അത് എൽ നീനോ ബാധിച്ചിരിക്കുന്നു എന്നുള്ള ഒരവസ്ഥയൊക്കെ ഉണ്ടാകുന്നത്. ഈ അസ്ഥിര മഴ ഇവിടുത്തെ രോഗങ്ങളെ കൂടുതൽ ഗുരുതരമായ തലത്തിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ അത് മനസ്സിലാക്കി ഏറ്റവും ഗൗരവത്തോടെ അതിൽ ഇടപെടേണ്ട സമയമാണിത്. ഇപ്പോൾ എന്തോ മഴ മാറിയല്ലോ, രക്ഷപ്പെട്ടു എന്ന് നമ്മൾ കരുതണ്ട. ഓഗസ്റ്റ് സെപ്റ്റംബർ വരെ ഇതിൻ്റെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഒരുപക്ഷെ ഉണ്ടായേക്കാം. ഇതാണ് നമ്മുടെ മുന്നിലുള്ള സാധ്യത. അത് തിരിച്ചറിഞ്ഞ് ആ ഉത്തരവാദിത്വ ബോധത്തോടെ പെരുമാറുക എന്നതാണ്. ഇപ്പോൾ അദ്ദേഹം എന്തായാലും ഇന്ന് കുറേ നടപടികളിലേക്ക് കടന്നിട്ടുണ്ട്. ഈ DMOമാരെ നിയമിക്കാൻ വേണ്ട നടപടികളിലേക്കൊക്കെ അദ്ദേഹം കടന്നിട്ടുണ്ട്. ആ നിലയ്ക്ക് ഉത്തരവാദിത്വത്തോടെ ആ കാര്യങ്ങളിലേക്കൊക്കെ കടക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം. കേരളത്തെ സംബന്ധിച്ച് ഓരോ മഴക്കാലവും പനിക്കാലം കൂടിയാണ്. പകർച്ചവ്യാധികളോടുകൂടി മല്ലിട്ടാണ് മലയാളി ഓരോ മഴക്കാലത്തും ജീവിക്കുന്നത്. ഈ മഴക്കാലത്ത് എംപോക്സ്, ഷിഗല്ല, വെസ്റ്റ് നൈൽ, മലേറിയ, അമീബിക് മസ്തിഷ്ക ജ്വരം, കുരങ്ങുപനി എന്നിങ്ങനെയുള്ള രോഗങ്ങളെല്ലാം പകരുന്നുണ്ട്. ഈ രോഗങ്ങളെയെല്ലാം തടഞ്ഞു നിർത്തേണ്ടത് കേരളത്തിലെ ആരോഗ്യ സംവിധാനത്തിൻ്റെ പ്രാഥമികമായ ഉത്തരവാദിത്തമാണ്. ആ ഘട്ടത്തിൽ ആരോഗ്യവകുപ്പിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ കേരളീയ പൊതുസമൂഹത്തിന് അത്ര പ്രതീക്ഷ നൽകുന്നതല്ല എന്നത് യാഥാർത്ഥ്യമാണ്. ആരോഗ്യവകുപ്പിലെ ഏകോപനമില്ലായ്മയും കൂട്ടസ്ഥലം മാറ്റലുകളും കസേര തർക്കങ്ങളുമെല്ലാം കേരളം പനിച്ചു വിറയ്ക്കുന്ന ഈ ഘട്ടത്തിൽ തന്നെയാണ് സംഭവിച്ചത്. അതുകൊണ്ട് തന്നെയാണ് പകർച്ചവ്യാധികളെല്ലാം നിയന്ത്രിക്കുന്നതിൽ ആരോഗ്യവകുപ്പ് വിജയിച്ചോ എന്ന ചർച്ചകൾ നിയമസഭയിൽ ഉയർന്നതും. നിപ സ്ഥിരീകരിച്ചപ്പോൾ ആരോഗ്യമന്ത്രി കോഴിക്കോട് കേന്ദ്രീകരിച്ച പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാതിരുന്നതും ജില്ലാ മെഡിക്കൽ ഓഫീസർ ഇല്ലാതിരുന്നതുമെല്ലാം ഇന്ന് പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ആരോപണങ്ങളെ വെറും രാഷ്ട്രീയ ആരോപണങ്ങളായി കാണാതെ അതിൻ്റെ ഗൗരവത്തിൽ മനസ്സിലാക്കാൻ സർക്കാർ ശ്രമിക്കേണ്ടതാണ്.